ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം കുറച്ച് കാരണങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ പറയാൻ വന്നത്, ഞാൻ ഇന്നലെ ആഗ്രയിൽ നിന്ന് വരുന്ന വഴിക്കൊരു സംഭവം. ഞാനവിടെ നിന്ന് ഇറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരാൾ ബൈക്കിൽ കൊണ്ടുവന്ന് നിർത്തി എവിടെയൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ റെസ്റ്റ് ചെയ്യാൻ ഒരു പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആളെന്നെ ഒരു പള്ളിയിൽ കൊണ്ടുവന്നാക്കി. ഞാൻ നോക്കിയപ്പോൾ പള്ളിയിൽ ആൾക്കാരുണ്ട്, വലിയ ജാറൊക്കെ ഉണ്ട്. അവിടെ ഷിർക്കിൻ്റെ കേന്ദ്രം തന്നെ, പക്ഷേ ഒരു പീസ്ഫുൾ ഇതായിരുന്നു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് താജ്മഹലിൻ്റെ ഒരു മറ്റേ കുബ്ബയും കാണായിരുന്നു എൻ്റെ സ്വന്തമായിട്ട്. ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കരച്ചിൽ ഞാനായിട്ട് കരച്ചില്ല കൂടി വന്നു. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പെണ്ണിനെ, ഒരാണും ഒരു ചെക്കനും വേറൊരുത്തേം കൂടി പിടിച്ചുകൊണ്ട് വന്ന് നേരെ ജാറത്തിൻ്റെ അവിടെ മക്ബറുടെ അവിടെ കൊണ്ടുവന്നിരുത്തി. നോക്കുമ്പോൾ ഈ പെണ്ണ് കുറേ കിടന്ന് കരയുന്ന, തലയിട്ട് കറക്കുന്ന, ഇടക്ക് ഛർദ്ദിക്കുന്നു, പിന്നെ തലയിട്ട് കറക്കുന്ന, കരയുന്നു, ഛർദ്ദിക്കുന്നു, ഇത് തന്നെ. അപ്പോൾ ഞാനെല്ലാം നോക്കി, കാരണം എന്താ ഇനി ആരെങ്കിലും ഇതിൻ്റെ മറ്റേ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നത് അറിയാനുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഭാഗത്ത് നിന്ന് കറങ്ങി നടക്കുന്ന സമയത്ത് ഒരുത്തരം എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ, ഇങ്ങനെ തന്നെ നിർത്താനാണോ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ആൾ പറഞ്ഞത് എൻ്റെ അനിയത്തിക്ക് എന്താ പറയുക, അവൾക്ക് ഇന്ന് വൈകുന്നേരം മുതലാണ് ഈ സംഭവം തുടങ്ങിയത്. എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, പെട്ടെന്ന് പേടി തീരുമാനിച്ചുകൊണ്ടോ ഞാൻ എൻ്റെ ബാഗ് എടുത്ത് നേരെ ഓട്ടോയിൽ കയറ്റി പെണ്ണിനെ എടുത്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് നേരെ കൊണ്ടുപോയി. ഞാൻ പോകുന്ന വഴിക്കാൻ സുഫാനെ വിളിച്ച് തെണ്ടി എടുത്തില്ല, അനസിനെ വിളിച്ച് അവനും എടുത്തില്ല, ഫർഹാനെ വിളിച്ച് ആ പാവം ചെറുക്കൻ അവിടെ നിൽക്കുകയോ കഷ്ടപ്പെട്ട് ഇതിന് പറ്റിയത്, അത് ശരിക്ക് പറ്റിയത് മനസ്സിലാണെന്ന് പറഞ്ഞു. മനസ്സിൻ്റെ ഒരു PDF ചെറുക്കൻ അവിടെ നിന്ന് പാവം ഒപ്പിച്ച് അത്രണ്ട് കഴിച്ചുള്ളൂ. എന്നിട്ട് വീട്ടിൽ എന്നിട്ട് അങ്ങനെ കുട്ടി അവിടെ ഇരുന്ന് ഞാനത് ഇത് സാധനം ഓതി തുടങ്ങി. എനിക്ക് വെള്ളമൊക്കെ തന്ന് തലയിൽ പെണ്ണ് വീണ്ടും തുടങ്ങി നമ്മൾ ഓതിക്കൊണ്ടേയിരുന്ന ആളങ്ങനെ പതുക്കെ കുറച്ച് അച്ചീവ്മെന്റ് സംഭവം. എനിക്കറിയാം, ഞാൻ യാത്ര ഇറങ്ങിയാൽ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനത്തെ അല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ യാത്ര ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടക്കുന്നത് ഞാൻ ജന്മത്തിൽ പോലെ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതെന്തായാലും ഇതിൽ കൂടുതൽ തുടരും. ഇനി ചിലപ്പോൾ ഇതുപോലുള്ള ഇതിലും ഇതായിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ലൈഫിൽ നടക്കും. എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് നോട്ട് കാണാം. ശരി, അസ്സലാമു അലൈക്കും.